ഇത് ഞാനൊരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റി അടിക്കാനായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർമ്മയില്ലാതെ കസ്റ്റമറോട് പറഞ്ഞു പോയതാണ് ഞാൻ ചെയ്ത് തരാമെന്നുള്ളത്. കാരണം ഇത് 290 ശരിക്കും നമ്മൾ ഒരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയൊക്കെ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും അതൊരു 320 വേണം കേട്ടോ. എന്നാലേ നല്ല വൃത്തിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അധികം ഹൈറ്റൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 290 തന്നെ മതി. എന്നാലും 320 ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷനില്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രശ്നം വരല് സ്ലീവിൻ്റെ അവിടെയാണ്. കാരണം നമ്മൾ ഫ്രണ്ടിൽ എടുക്കുമ്പോൾ ഫ്രണ്ട് ഓപ്പൺ വേണമല്ലോ, അപ്പോൾ അതിനെ നമ്മൾ 2 ഇഞ്ചായിട്ട് മടക്കി പോകും. അപ്പോൾ പിന്നെ സ്ലീവിന് അവിടെ തികയാതോ. പ്രത്യേകിച്ച് ഈ ഒരു 290 അജറക്കിൻ്റെ ഒക്കെ വരുന്നുണ്ടെങ്കിൽ സൈഡ് നമുക്ക് തീരെ കിട്ടില്ല കേട്ടോ. കുറച്ചൊരു നല്ല ലൂസിലൊക്കെ അടിക്കണം എന്ന് പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നമുക്ക് തീരെ കിട്ടില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ പീസ് ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. 320 ആകുമ്പം നല്ല പീസൊന്നും ഇടാതെ നല്ല നീറ്റിൽ തന്നെ നമുക്ക് സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏത് മോഡൽ ഇപ്പോൾ ഒരു മോഡൽ നൈറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ എത്രയാണ് ചാർജ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. അല്ലാതെ നമ്മളിപ്പോൾ ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചാർജ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കസ്റ്റമർ മുഖം ചുളിക്കാനൊരു ചാൻസ് ഉണ്ട്. കാരണം എത്രയും കൂലിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുമല്ല ഷോപ്പിൽ ഇത്രയേ ഉള്ളൂ, അങ്ങനത്തെ റീസൺസ് ഒക്കെ ആയിരിക്കും പറയില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ ചാർജ് എത്രയാണോ അത് പറഞ്ഞിട്ട് അവർ കൺവിൻസ് ആകുന്നുണ്ടെങ്കിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ സ്റ്റിച്ച് ചെയ്യണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട് ഓപ്പൺ നൈറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ഒരു പീസ് കുറേ ഇടണം, സ്ലീവിനൊക്കെ ഇടണം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറേ ആയി സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോൾ എനിക്കിത് പെട്ടെന്ന് എനിക്ക് എങ്ങനെയാണെന്നുള്ളതൊരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു മിസ്റ്റേക്കൊക്കെ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഞാനത് വേറെ ചാനലൊക്കെ സ്റ്റിച്ചിങ്ങിനായിട്ടുള്ള ചാനലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ നോക്കി ഞാനത് മേക്കപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷനും വരില്ല. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ചെയ്യുന്ന അങ്ങനത്തെ ഈ ഒരു ഫ്രണ്ട് ഓപ്പണൊക്കെ അങ്ങനെ ആർക്കും വല്ലാതെ എനിക്ക് തോന്നുന്ന ഒരു ഇഷ്ടമല്ലാത്തൊരു ടൈപ്പാണെന്ന് തോന്നുന്നത്. കാരണം ഫീഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ അത് അങ്ങനെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനും സ്റ്റിച്ച് ചെയ്യാറില്ല. ഞാനിപ്പോൾ അങ്ങനത്തെ എടുക്കാറില്ല. സാധാ നോർമൽ നൈറ്റി തന്നെയാണ് അധികവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ ഇതാക്കി. പക്ഷേ ഇത് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 290. അതിനിപ്പം സ്ലീവ് കുറഞ്ഞ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ 290 ഒക്കെയാണ്. പക്ഷേ ഒരു 3/4 സ്ലീവൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് 320 ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ സൈഡ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ നമ്മൾ ആ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ചാണല്ലോ സൈഡിൽ. പക്ഷേ അപ്പം നമ്മൾ ആ ഒരു സൈഡിൽ വരുന്ന വീതി ലേശം കൂട്ടിയെടുക്കണം, അത് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തേത് സ്ലീവിൻ്റെ കാര്യവും ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുള്ള വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ എന്നോട് റെക്കോർഡ് ചെയ്യാൻ മറന്നു. മിക്ക വീഡിയോസും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഒന്നുകിൽ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ആ ഒരു റെക്കോർഡ് ബട്ടണ് പ്രസ് ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്ലിപ്സേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി അത് ഇതിലിട്ടിട്ട് വലിയ കാര്യമില്ല, കാരണം ആർക്കും ഇതൊന്ന് കണ്ടാലും മനസ്സിലാവില്ല എന്നുള്ളത്. ഞാൻ കുറച്ച് ഭാഗങ്ങളെടുത്ത് ഒന്നിട്ടതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റിയൊരു ഇതാണ് കേട്ടോ. കാരണം എല്ലാവരും ഇപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് തന്നെ. കാരണം നമ്മൾ ഇപ്പം എന്താ വെച്ചാൽ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ എടുക്കുക, എന്നിട്ട് പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ഏതാണോ ആ ഒരു മോഡൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ എന്തായാലും അതിലുണ്ടാവും. അപ്പോൾ അത് നോക്കിയങ്ങാണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുതരാം. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് കുറച്ചൊക്കെ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അത് തറവായിട്ട് പഠിച്ചിട്ട് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് പിന്നെ ഫുഡിൻ്റെതും. നമ്മൾ എന്ത് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയത്. കാരണം ഇപ്പോൾ ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം പൈസ ചിലവാക്കുന്ന രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് ഡ്രസ്സിങ്ങും, പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും നല്ല നല്ല ഡ്രസ്സ് ഇടാനൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി എത്ര ക്യാഷ് വേണമെങ്കിലും ആൾക്കാർ മുടക്കാനായിട്ട് തയ്യാറാണ്. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻകം സോഴ്സ് ആയിരിക്കും അത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ഇതിന് ഫൈനൽ ലുക്ക് എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അടിച്ചു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ലൊരു റെഡ് കളറാണ്, വേറിട്ടൊരു റെഡ് കളറാണ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. പിന്നെ അത് വിത്ത് ഷോൾ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഷോളും കൂടി വന്നപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചുരിദാറാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാലും നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് ഇങ്ങനത്തെ ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് വേണ്ടത്. അപ്പോൾ ഇനി ഞാൻ എപ്പോഴെങ്കിലും ഇൻഷാല്ലാ ഫ്രണ്ട് ഓപ്പൺ നൈറ്റി സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.